നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. KSRTCയിൽ പല പരിഷ്കരണങ്ങളും നടപ്പാക്കി കയ്യടി നേടിയ ഗണേഷ് കുമാറിന് ചുവടൊന്നു പിഴച്ചു. ഇതോടെ ജനമിളകി. ഓർഡിനറി സർവീസുകൾ വെട്ടിക്കുറച്ചു. രാത്രി ഓട്ടത്തിനും കടും വെട്ട്. ഇത് യാത്രക്കാർക്ക് വലിയ ബുദ്ധിമുട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. സംഭവത്തിൽ വ്യാപകമായ പരാതി ഉയരുന്നു. ഗണേഷിന് നേരെ യാത്രക്കാരുടെ വിമർശനവും. മന്ത്രിക്കെതിരെ ജനം തിരിയുന്നുവെന്നറിഞ്ഞ സന്തോഷത്തിൽ ആന്റണി രാജു. ഗണേഷിനെ കണ്ണിന് കണ്ടുകൂടാത്ത CITUകാരും കൈയടിക്കുകയാണ്. യൂണിയൻകാരും മന്ത്രിക്കെതിരെ ഒരു വഴിക്കൂടെ കാലുവാരൽ തുടങ്ങിക്കഴിഞ്ഞു. ലാഭമില്ലെന്ന പേരിൽ ഓർഡിനറി സർവീസുകൾ KSRTC വ്യാപകമായി വെട്ടിക്കുറയ്ക്കുന്നത് ജനത്തെ വലയ്ക്കുകയാണ്. 3 മാസത്തിനിടെ 1 ലക്ഷം കിലോമീറ്റർ പ്രതിദിന സർവീസാണ് കുറച്ചത്. കിലോമീറ്ററിന് 28 രൂപ കിട്ടാത്ത ട്രിപ്പുകൾ വേണ്ടെന്നാണ് വകുപ്പിന്റെ നിലപാട്. രാവിലെ 10-ന് ശേഷം വൈകിട്ട് 3 വരെയുള്ള സർവീസുകൾക്കും രാത്രി സർവീസുകൾക്കുമാണ് പ്രധാനമായും കത്തിവെച്ചത്. KSRTCക്ക് മാത്രം സർവീസ് അനുമതിയുള്ള തലസ്ഥാന ജില്ലയിലെ തെക്കൻ മലയോര പ്രദേശത്തുൾപ്പെടെ യാത്രക്കാർ മണിക്കൂറുകൾ റോഡിൽ കാത്തു നിൽക്കേണ്ട സ്ഥിതിയാണ്. രാത്രി 8-ന് ശേഷം മിക്ക റൂട്ടിലും ബസ്സുമില്ല. 3 മാസം മുൻപ് പ്രതിദിന സർവീസ് 15 ലക്ഷം കിലോമീറ്റർ ആയിരുന്നുവെങ്കിൽ ഇന്നത് 14 ലക്ഷം കിലോമീറ്ററിൽ താഴെയാണ്. 4500, 4750 ബസ്സുകൾ പ്രതിദിനം സർവീസ് നടത്തിയ സ്ഥാനത്ത് ഇപ്പോൾ 3900, 4000 ബസ്സുകൾ മാത്രം. ഗതാഗത മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം റൂട്ട് പരിഷ്കരണം എന്ന പേരിലാണ് കടുംവെട്ട്. തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിലെ ഓർഡിനറി ബസ്സുകളിലാണ് ആദ്യ പരീക്ഷണം നടത്തിയത്. ക്രമേണ മറ്റു ജില്ലകളിലേക്കും വ്യാപിപ്പിക്കുകയായിരുന്നു. വരുമാനക്കുറവുള്ള 52,456 കിലോമീറ്റർ സർവീസ് സംസ്ഥാന വ്യാപകമായി കുറയ്ക്കാൻ കഴിഞ്ഞുവെന്ന് KSRTC തന്നെ പറയുന്നു. ഇടയ്ക്ക് നിർത്തലാക്കിയ സ്റ്റേ സർവീസ് തിരിച്ചു വരുന്നുവെന്ന് വിശ്വസിപ്പിച്ചാണ് രാത്രി ട്രിപ്പുകൾക്ക് പൂട്ടിട്ടത്. മുൻപ് സ്റ്റേ ബസിന്റെ അവസാന ട്രിപ്പ് രാത്രി 10-നും 11-നും ഒക്കെയായിരുന്നു. എന്നാൽ ഇപ്പോൾ രാത്രി 8-നോ 9-നോ യാത്ര അവസാനിപ്പിക്കും. രാവിലെ യാത്രക്കാർ നിറയുമ്പോൾ മാത്രമാകും മടക്കം. ജീവനക്കാർക്ക് ഡ്യൂട്ടി ലഭിക്കുന്നതിനാൽ തൊഴിലാളി സംഘടനകൾക്കും എതിർപ്പില്ല. ട്രാൻസ്പോർട്ട് തീരുമാനത്തെ കൂട്ടുപിടിച്ച് സ്വകാര്യ ബസ്സുകളും ഇറങ്ങിയിട്ടുണ്ട്. പകൽ തിരക്ക് കുറഞ്ഞ സമയത്തെ ട്രിപ്പ് വെട്ടിച്ചുരുക്കാൻ KSRTC മാതൃകയിൽ പ്രൈവറ്റുകാരും പണി തുടങ്ങിയിട്ടുണ്ട്. ഇതിന്റെ പരാതി മന്ത്രിക്ക് മുന്നിലെത്തിയപ്പോൾ ട്രിപ്പ് മുടക്കുന്ന സ്വകാര്യ ബസ്സുകൾക്കെതിരെ നടപടി സ്വീകരിക്കാൻ മോട്ടോർ വാഹന വകുപ്പിന് നിർദ്ദേശം നൽകി. എന്നാൽ ഇതിനെതിരെ സ്വകാര്യ ബസ് ഉടമകൾ രംഗത്ത് വന്നു. KSRTCക്കാകാമെങ്കിൽ തങ്ങൾക്കായി കൂടെ എന്നാണ് അവരുടെ ചോദ്യം. ഇതോടെ നടപടിയെടുക്കലും തീർന്നു. ഓരോ ദിവസവും ടാർഗറ്റ് നിശ്ചയിച്ച് നൽകിയാണ് പരിഷ്കാരം നടപ്പിലാക്കുന്നത്. ഓർഡിനറി സർവീസുകളെ ഫാസ്റ്റ് പാസഞ്ചറാക്കി യാത്രക്കാരെ പിഴിയുന്നതാണ് മറ്റൊരു തന്ത്രം. പ്രതിദിനം 9 കോടി കളക്ഷനാണ് KSRTCയുടെ ലക്ഷ്യം. അതിനുവേണ്ടി ഇപ്പോൾ ടൈം ടേബിൾ വെച്ച് പണി തുടങ്ങിയിട്ടുണ്ട്. 2ാം പിണറായി സർക്കാരിൽ കയ്യടി നേടുന്ന മന്ത്രിയാണ് ഗണേഷ് കുമാർ. വലിയ സ്വീകാര്യതയാണ് ഗണേഷിന് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ചില നടപടികളിൽ കൈപൊള്ളുന്നുമുണ്ട്. ഗണേഷിനെ സംബന്ധിച്ച് ചുറ്റും ശത്രുക്കളാണ്. പുതിയ മന്ത്രി ഒന്ന് വീഴാൻ കാത്തിരിക്കുകയാണ് ആന്റണി രാജു. ഗണേഷിനെ പുകച്ച് പുറത്തു ചാടിക്കാൻ CITUകാരുമായി കൈ കൊടുത്തിരിക്കുകയാണ് ആന്റണി രാജു. CPMനും തലവേദനയായി മാറിയ ഗണേഷിനെ എങ്ങനെയും ഒതുക്കാൻ വലിയ ഒരു കൂട്ടം തന്നെ പ്രവർത്തിക്കുന്നു. ഇവർക്കിടയിൽ നിന്നാണ് ഗണേഷ് ആരെയും കൂസാതെ മുന്നോട്ട് പോകുന്നത്. ഇതിനിടയിൽ ജനങ്ങളിൽ നിന്നുണ്ടാകുന്ന എതിർപ്പ് വലിയ പൊല്ലാപ്പ് തന്നെയാണ്.